തോണി അടുത്തപ്പോഴാണ് ഹസൻക്ക് ആയിഷയുടെ മരണവിവരം അറിയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അബൂക്കയെ തേടി വീട്ടിലേക്ക് ഓടിവന്നു. ആയിഷ എന്ന് കേട്ടപ്പോഴേ അബൂക്കയുടെ മുഖമായിരുന്നു മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്. എങ്ങനെ കാര്യം അവതരിപ്പിക്കുമെന്നായിരുന്നു വീട്ടിലെത്തുന്നവരെ ഹസനിക്കയുടെ മനസ്സിൽ മുഴുവനും. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? അല്ലെങ്കിൽ കേട്ട വിവരം ശരിയാണെന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? വേണ്ട, എന്തായാലും പറയാം. പറഞ്ഞില്ലെങ്കിലും അബു അറിയും. പതിയെ കാര്യം പറയാം. ചിലപ്പോൾ ഒരു നെട്ടൽ ഉണ്ടാകുമായിരിക്കും. നെട്ടട്ടെ, പറ്റുമെങ്കിൽ ഉൾക്കൊള്ളട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ പതിയെ ഉൾക്കൊള്ളുമായിരിക്കും എന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ഹസനിക്ക വീട്ടിലേക്ക് ഓടിയെത്തിയത്. പക്ഷേ വീട്ടിലെത്തിയതും അബൂക്കയുടെ ഇരുത്തം കണ്ടപ്പോഴേ തനിക്ക് മുമ്പേ അബു വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. രണ്ടുപേരും വലിയ ചങ്ങാതിമാരാണ്. ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നവർ. ഇന്നേ വരെ ഖദീജ അറിയാത്ത അബൂക്കയുടെ ജീവിതത്തിൽ മുക്കാലിൽ കൂടുതൽ പങ്കും ഹസനിക്കയുടെ പേര് കൂടി ചേർത്ത് വെച്ചുള്ളതായിരുന്നു. ആ ഇരുത്തം കണ്ടതിൽ പിന്നെ ഹസനിക്ക ഒന്നും മിണ്ടിയില്ല. എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക എന്ന ചോദ്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാകും. ആയിഷയോടുള്ള പ്രണയം അബൂക്ക ഒരിക്കലും ഹസനിക്കയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടാവും. ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ അവർ പറയാതെ തന്നെ അറിയാൻ കഴിയില്ലേ? നോട്ടത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്നും, ചിലപ്പോഴൊക്കെ ഒരു നിശ്വാസം കൊണ്ട്. സമപ്രായക്കാരാണ് അബൂക്കയും ഹസനിക്കയും. കാഴ്ചയ്ക്കും ഒരേ പ്രകൃതം. പരിചയപ്പെട്ട കാലം തൊട്ടേ അവർ നല്ല കൂട്ടായിരുന്നു. ഖദീജയെപ്പോലെ അബൂക്കയുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന മറ്റൊരാൾ. ഖദീജയുടെ കണ്ണുകളിലേക്കും അബൂക്കയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയിരുന്ന ഹസനിക്കയോട് അവൾ ഒരു വണ്ടി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ടതും അതുതന്നെയാണ് താനും ആലോചിച്ചത് എന്ന മട്ടിൽ ഹസനിക്ക വീട്ടിലേക്ക് പോയി. തിരിച്ച് കാളവണ്ടിയുമായി വന്നു. ഇപ്പോൾ പുറപ്പെടാം, എന്നാൽ മയ്യത്തെടുക്കുമ്പോഴേക്കും എത്താം, ഹസനിക്ക പറഞ്ഞു. അവൾ പതിയെ എഴുന്നേറ്റ് ആവശ്യമായ സാധനങ്ങൾ എടുത്തു. അങ്ങേക്കരയിലേക്ക് ഇവിടെ നിന്ന് അരപ്പകൽ യാത്രാസമയം ഉണ്ടാകും. എങ്കിൽ അവസാനമായി ഒന്ന് അവിടം വരെ പോകണമെന്ന് അബൂക്കയുടെ മനസ്സ് വല്ലാതെ പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് കേൾക്കാം. അതുകൊണ്ടാണ് ഹസനിക്കയോട് വണ്ടിയുമായി വരാൻ പറഞ്ഞത്. ഹസനിക്കാക്കും ഒരു പക്ഷെ അത് തോന്നിക്കാണും. അവർക്ക് അധിക സാധനങ്ങളൊന്നും കരുതേണ്ടിയിരുന്നില്ല. പോയി വരുന്നതിനിടയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായാൽ മാത്രം കരുതേണ്ട ചിലത് പെറുക്കി കൂട്ടണം, അത്രയേ വേണ്ടൂ. എന്തൊക്കെയോ എടുക്കാനുള്ള ഓട്ടം. ഓട്ടത്തിനിടയ്ക്ക് അബൂക്കയിലേക്ക് അവളുടെ നോട്ടം പോകും. ഇപ്പോഴും താഴേക്ക് നോക്കിയുള്ള അതേ ഇരിപ്പാണ്. അനങ്ങിയിട്ടില്ല. നന്നേ തളർന്നിരിക്കുന്നു. മനസ്സ് പിടഞ്ഞിരിപ്പാണ്. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? എൻ്റെ റബ്ബേ, ആരാണ് ആയിഷ? അത്രമേൽ പ്രിയപ്പെട്ടൊരു മനുഷ്യൻ. അങ്ങനെയും ചില മനുഷ്യരില്ലേ നമ്മുടെ ജീവിതത്തിൽ? എല്ലാ ദിവസവും കണ്ടില്ലെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിലും ഇപ്പോൾ എന്തു ചെയ്യുന്നെന്ന് അറിയില്ലെങ്കിലും എവിടെയോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകുമെന്ന് മനസ്സ് പറയില്ലേ? നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കാറില്ലേ, അവർ നമ്മളെയും ഓർക്കുന്നുണ്ടാകുമോ എന്നൊക്കെ ഒരിക്കലെങ്കിലും ആലോചിക്കാറില്ലേ? ചില മനുഷ്യരുടെ സാന്നിധ്യമൊന്നും ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടി വരില്ല. അവർ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും എന്ന ചിന്ത തന്നെ മതിയാകും നമുക്ക് അവരുടെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ. ഒരു പക്ഷേ ഇന്ന് അബൂക്കാക്ക് ഇല്ലാതായതും അങ്ങനെ ഒരു മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം. വണ്ടിയിൽ കയറുമ്പോൾ അവൾ അബൂക്കയുടെ കൈകളിൽ പിടിച്ചു. ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തളർച്ച അദ്ദേഹത്തിൻ്റെ നടത്തത്തിലും ഉണ്ടായിരുന്നു. വണ്ടി പതിയെ നീങ്ങിത്തുടങ്ങി. അവിടെ എത്തുമ്പോഴേക്കും മയ്യത്തെടുക്കുമോ എന്ന ആശങ്ക ഹസനിക്ക പ്രകടിപ്പിച്ചെങ്കിലും അബൂക്ക മിണ്ടാതെ താഴേക്ക് നോക്കി തന്നെ ഇരിപ്പാണ്. 3 പേർക്കിടയിലും എന്തെന്നില്ലാത്ത നിശബ്ദത. എന്നും കാണുന്നവരാണെങ്കിലും ഹസനിക്കയെ കണ്ടാൽ നാവിന് ഒഴിവ് കൊടുക്കാതെ സംസാരിച്ചിരിക്കുന്ന അബൂക്കയാണ് ഇപ്പോൾ മിണ്ടാതെ തലയും കുനിച്ചിരിക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സങ്കടമോ ദേഷ്യമോ ആശങ്കയോ വേവലാതികളോ ഉള്ളപ്പോൾ അവർ സംസാരം കുറയ്ക്കും, അല്ല കുറഞ്ഞു പോകും. സന്തോഷങ്ങളിൽ അവർ കൂടുതൽ സംസാരിക്കും. മിതഭാഷികളെ മനസ്സിലാക്കാനാണ് പാട്. പെട്ടെന്ന് അവൾ അബൂക്കയെ നോക്കി. കണ്ണ് പുറം കാഴ്ചകളിലേക്ക് പായുന്നില്ല. മനസ്സാണെങ്കിലോ ഒരുപാട് കാടുകയറി ചിന്തിക്കാൻ അവളെ സമ്മതിക്കുന്നുമില്ല. എന്തെങ്കിലും കുറച്ച് ചിന്തിക്കുമ്പോഴേക്കും അബൂക്കയിലേക്ക് കണ്ണും മനസ്സും പോകും. അതേ ഇരിപ്പ് തന്നെ. വണ്ടിയുടെ കുലുക്കത്തിനൊപ്പം ശരീരം കുലുങ്ങുന്നുണ്ട് എന്നല്ലാതെ നോട്ടം മാറുന്നില്ല.
താഴോട്ടു തന്നെ. അബൂക്കയെ മുമ്പൊരിക്കലും അവൾ ഇങ്ങനെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ വേർപാട് ഒരാളെ എത്രത്തോളം തളർത്തുമെന്ന് അബൂക്ക കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ മാത്രമല്ലേ ആയിഷയോട് അബൂക്കയുടെ സ്നേഹം, സൗഹൃദം, ആദരവ്, പരിഗണന, മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാം എത്രത്തോളം എന്ന് അവൾ കണ്ടറിയുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം അവൾ ആയിഷയോട് വല്ലാത്തൊരു അസൂയ തോന്നി. ആയിഷ അവളായിരുന്നുവെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ ഇത്രത്തോളം മറ്റൊരു മനുഷ്യന്റെ പേരിൽ തളർന്ന് ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ തളർച്ച പോലും തനിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ അവൾ ആശിച്ചുപോയി. എത്ര സ്വാർത്ഥയാണ് അവൾ! പ്രിയപ്പെട്ടൊരുവന്റെ ചിന്തയോ കണ്ണീര് പോലും തനിക്കു മാത്രമായിരുന്നുവെങ്കിൽ ആശിച്ചു പോകുന്ന വിധം സ്വാർത്ഥ. അല്ലെങ്കിലും പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ആരാണ് സ്വാർത്ഥരല്ലാത്തത്? വണ്ടി നീങ്ങുന്നുണ്ട്. പുറത്തുള്ള കാഴ്ചകളിലൊന്നും തന്നെ അവളുടെ മനസ്സുടുക്കുന്നില്ല. എന്തോ ഇവിടെ അബൂക്കയുടെ കൂടെ ഇരിക്കാനാണ് തോന്നുന്നത്. ഇവിടം വിട്ട് ഒരു നിമിഷത്തേക്ക് പോലും മനസ്സ് മാറാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. 5 മൈൽ കഴിഞ്ഞാൽ നൂറടി പാലം എത്തും. പിന്നെ കുറച്ചു നേരമേയുള്ളൂ. ഹസനിക്ക ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായില്ല. മൂപ്പര് പ്രതീക്ഷിക്കുന്നുമില്ല. അവളുടെ കണ്ണുകൾ പുറത്തേക്കു തന്നെ പായിച്ചു. മുമ്പൊരിക്കലും ഇതുവഴിയൊന്നും വരേണ്ടി വന്നില്ല. ആയിഷയെ നമുക്കൊരിക്കൽ കാണാമെന്ന് അബൂക്ക പറഞ്ഞിരുന്നുവെങ്കിലും ആയിഷ നാട്ടിലില്ലാത്തതിനാൽ ഇതുവഴി വന്നിരുന്നില്ല. 100 അടി പാലം കടന്നതും അവളുടെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. അബൂക്കയുടെ കഥയിലെ ആയിഷ ജീവിച്ചിരുന്ന നാട്ടിലെത്തിയിരിക്കുന്നു. ആയിഷ, ആയിഷ. മനസ്സ് ആ പേരു തന്നെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. നാട്ടിൽ നല്ല തിരക്കുണ്ട്. ആ നാട് എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിൽ മുമ്പേ തന്നെ ഒരു ചിത്രം കൊണ്ടു നടന്നിരുന്നു. വഴി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മരണവാർത്ത കേട്ടുവരുന്നവരാണെന്ന്. വഴി ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ആളുകൾ പോകുന്ന ഇടത്തേക്കു തന്നെ നോക്കി പൊയ്ക്കോളൂ. ഈ ആളുകളൊക്കെ മരണ വീട്ടിലേക്കു തന്നെയാണ്. ആയിഷയുടെ മരണവാർത്തയറിഞ്ഞ് പലരും വന്നിരിക്കുന്നു. എങ്ങനെ വരാതിരിക്കും? ആയിഷയുടെ കുടുംബവും ഹംസക്കുട്ടിയുടെ കുടുംബവും പല ദേശങ്ങളിലായി പരന്നു കിടപ്പുണ്ട്. ഇവിടം തൊട്ട് മൊറോക്ക വരെ ഉണ്ടത്രേ ജനപ്രവാഹം എന്നു തന്നെ പറയാം. ഒരേപോലെ ആയിഷയുടെയും ഹംസക്കുട്ടിയുടെയും പരിചയക്കാർ ഓടിയെത്തുന്നതാകും. വീണ്ടും വീണ്ടും പതിയെ ചലിവ് തുടങ്ങി. വീട് എത്താറായെന്ന് ഹസനിക്ക പറഞ്ഞതു കേട്ട് അവൾ പുറത്തേക്ക് തലയിട്ടു നോക്കി. ഹംസക്കുട്ടി ഹാജിയാരുടെ വീട് കൊട്ടാരക്കണക്കിയായിരുന്നു. ആയിഷയുടെ വീട് വലിയൊരു ബംഗ്ലാവ് തന്നെയാണ്. മുമ്പൊരിക്കലും അവൾ ഒരു ബംഗ്ലാവ് കണ്ടിട്ടില്ല. എന്നാലും സങ്കല്പത്തിലെ ബംഗ്ലാവിന് ഇതേ സാദൃശ്യമുണ്ട്. വെള്ള പൂശിയ നെടുനീളൻ മതിലും 3 കാളവണ്ടികൾ ഒരേ സമയം കയറ്റാൻ പാകത്തിന് വീതിയുള്ള കൊത്തുപണികൾ തീർത്ത കറുത്ത ഗേറ്റും. വീട്ടിന്റെ ഭംഗി കാണാൻ പറ്റാത്ത വിധമുള്ള പന്തലിൽ ഒതുങ്ങാത്തത്ര ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീട്ടിന്റെ വലിപ്പം ഊഹിക്കാം. അതൊരു വല്ലാത്ത വീട് തന്നെ. ചുരുങ്ങിയ ഒരു 15 കുടുംബത്തിനെങ്കിലും താമസിക്കാൻ പാകത്തിനുള്ള വലിപ്പമുണ്ട്. അബൂക്കയെ നോക്കാൻ ഹസനിക്കയെ ഏൽപ്പിച്ചവൾ വീട്ടിന് പിന്നാമ്പുറത്തേക്ക് പോയി. അവിടെയാകട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നല്ല തിരക്ക്.